ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 126-ാമത്തെ ദിവസം, 10-ാം അധ്യായം കഴിഞ്ഞു. 11-ാം അധ്യായമായിട്ടുള്ള വിഭൂതി യോഗം എന്നതിലാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വരൂപ ദർശന യോഗം, ക്ഷമിക്കണം, വിശ്വരൂപ ദർശനം. വിഭൂതി യോഗം കഴിഞ്ഞു, വിശ്വരൂപ ദർശനമാണ് ഇപ്പം നമ്മുടെ ചർച്ചാ വിഷയം. വിഭൂതിയെ മനസ്സിലാക്കിയ അർജുനൻ അതെനിക്ക് ഒന്ന് കാണണം, ഞാനതിന് ശക്യനാണോ, എങ്കിലങ്ങ് എന്നെ അത് കാണിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട പ്രകാരത്തിൽ ഭഗവാൻ അർജുനനോട് അതിമനോഹരമായിട്ട് തന്നെ അതിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ പറയുക. പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തദാ ബഹൂന്യദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഹേ ഭരതവംശകുലത്തിൽ ജനിച്ച അല്ലയോ അർജുന, ഹേ പാർത്ഥ, കുന്തിയുടെ പ്രിയപ്പെട്ട പുത്ര. അർജുനന് മാത്രം അവകാശപ്പെടുന്ന പേരാണ് പാർത്ഥൻ എന്നത്, പൃഥയുടെ പുത്രൻ എന്ന നിലയിൽ. നാനാവർണ്ണാനി നാനാകൃതീനി, പല പല വർണ്ണങ്ങളോടും പല പല ആകൃതികളോടും കൂടിയിട്ട് എൻ്റെ ശതശ, 100 അല്ല, സഹസ്രശ, 100 അല്ല, ആയിരക്കണക്കിന് ദിവ്യങ്ങളായിട്ടുള്ള രൂപങ്ങളും ഭാവങ്ങളുമൊക്കെ കണ്ടാലും ആദിത്യാൻ രുദ്രാൻ അശ്വിനൗ മരുതഃ, ഇതുപോലെ അദൃഷ്ടപൂർവാണി, നിനക്കൊരിക്കലും കാണാൻ പറ്റാത്തതായിട്ടുള്ളതും ബഹൂനി ആശ്ചര്യാണി പശ്യ, ഇതെല്ലാം തന്നെ നീ കണ്ടാലും എന്ന് ഭഗവാൻ അർജുനനോട് കാണാൻ പറഞ്ഞു. ഇതാ കണ്ടോളൂ. എവിടെ കാണാനാണ് പറഞ്ഞത്? ഏതെങ്കിലും മാനത്ത് കാണാനാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതായി വിശ്വരൂപം എന്ന് പറയുന്നത്. ഇതിനെ നമ്മളേറെ തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. ഇതിങ്ങനെ ഒരു ആകാശത്ത് വലിയൊരു രൂപം കണ്ടു എന്നുള്ളത് എന്താണ് ഇതിൽ തന്നെ പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. ഭഗവാൻ തുടർന്ന് പറയുന്നതാ: ഇഹൈകസ്തം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഢാകേശ യച്ചാന്യത് ദ്രഷ്ടുമിച്ഛസി. ഹേ ഗുഢാകേശ, അല്ലയോ അജ്ഞാനത്തെ, നിദ്രയെ, തമസിനെ ജയിച്ചിട്ടുള്ള അല്ലയോ അർജുന. ഇഹൈകസ്തം ജഗത്കൃഷ്ണം സചരാചരം, സചരാചരം, ചരാചരങ്ങൾ, ഇളകുന്നതും ഇളകാത്തതുമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ, കൃഷ്ണം, കൃഷ്ണം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി ഒന്നൊഴിയാതെ, അചരങ്ങളും ചരങ്ങളും എല്ലാം തന്നെ, ജഗച്ച, ഈ പ്രപഞ്ചത്തെയും ജഗത്തിനെയും, അന്യത് യത് ദ്രഷ്ടും, ഇനി വേറെ എന്തെങ്കിലും നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, തത്, അതിനെയും, മമ ദേഹേ ഏകസ്തം പശ്യ, എൻ്റെ ദേഹത്ത് കണ്ടാലും, എന്നിൽ കണ്ടാലും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭഗവാൻ അർജുനോട് പറയുന്നത് നീ വേറെ എവിടെയെങ്കിലും നോക്കിക്കോ എന്നല്ല, എന്നിൽ നീ കണ്ടാലും, എന്നിൽ തന്നെ കണ്ടാലും. അതുകൊണ്ട് നിനക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ തന്നെ പശ്യമേ പാർത്ഥരൂപാണി ശതശോധ സഹസ്രശ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച, ഇതൊക്കെ പറഞ്ഞ് എൻ്റെ ശരീരത്തിൽ കണ്ടാലും, നീ ഒന്നിച്ച് കണ്ടാലും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അർജുനന് അതിൻ്റെ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ട്രailer കണ്ടപ്പോൾ തന്നെ, ടീസർ കണ്ടപ്പോഴേ അർജുനൻ കിറുങ്ങി.
അപ്പം ഭഗവാന് തോന്നി ഇവന് ഇത് ശരിയാവില്ല, ഇതൊരു 3D കണ്ണാടി വെച്ച് കൊടുക്കാം, എന്നാലേ ഇത് മര്യാദയ്ക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറയും, മര്യാദയ്ക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ അർജുനന് ഒരു നേത്രത്തെ ഓഫർ ചെയ്യുന്നു. 8ാമത്തെ ശ്ലോകത്തിൽ നതു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. നതു മാം ശക്യസേ ദ്രഷ്ടും അനേന ഏവ സ്വചക്ഷുഷ, അനേന സ്വചക്ഷുഷ ഏവ. ഈ സ്വന്തം കണ്ണുകൊണ്ട് മാത്രം മാം ദ്രഷ്ടും തു ന ശക്യസേ, നീ എന്നെ കാണാൻ നിനക്ക് സാധ്യമല്ല, അശക്തനാണ്. യച്ചക്ഷുഷ ന പശ്യതി യേന ചക്ഷുംഷി പശ്യതി. കണ്ണിന് അത് വിഷയമല്ല മോനെ, നിൻ്റെ ഈ കണ്ണിന്. അതുകൊണ്ട് ദിവ്യം ചക്ഷുഹു തേ ദദാമി, വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊരു ദിവ്യമായ നേത്രത്തെ നിനക്ക് സംഭാവന ചെയ്യുന്നു, നിനക്ക് ഞാൻ നൽകുന്നു, തരുന്നു. ദിവ്യം ദദാമി തേ ചക്ഷുഹു മേ ഐശ്വര്യം യോഗം പശ്യ. എൻ്റെ ഐശ്വര്യമാർന്ന യോഗത്തെ, ഏറ്റവും ഉത്കൃഷ്ടമായ യോഗത്തെ, ചേർച്ചയെ കണ്ടാലും. ഇതാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. പിറകിലേക്ക് നമ്മൾ വീണ്ടും വരും, നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോയിട്ട് വീണ്ടും പിറകിലേക്ക് വരണം. അപ്പോൾ വിശ്വരൂപം കാണാൻ ആഗ്രഹിച്ച അർജുനൻ, ആ അർജുനൻ്റെ മുൻപിൽ ഭഗവാൻ വിശ്വരൂപത്തെ ഒന്ന് കാണിച്ചു. ആ കാണിച്ചതിൽ അനേക സൂര്യന്മാരും ഈ പറഞ്ഞ മരുത്തുക്കളും എല്ലാറ്റിൻ്റെയും ഒരു സമ്മേളനം കാണിച്ചു. ഉടനെ തന്നെ ഭഗവാൻ വീണ്ടും അർജുനനോട് ആവശ്യപ്പെട്ടു, നിൻ്റെ ഇപ്പം നീ കാണുന്ന കാഴ്ചകൾ കാണുന്ന നേത്രങ്ങൾ എൻ്റെ നിജസ്ഥിതിയെ അറിയാൻ യോഗ്യമല്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യമായ നേത്രം നൽകാം എന്ന്. തുടർന്ന് ഗീത ഇവിടെ സഞ്ജയനിലേക്ക് വരികയാണ്. ഇതുവരെ നമ്മൾ ശ്രീകൃഷ്ണാർജുന സംവാദമായിട്ട് കണ്ടു. ഗീതയുടെ തുടക്കത്തിൽ സഞ്ജയനോടാണ് ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത്, സഞ്ജയനാണ് മറുപടി പറയുന്നത്. ധൃതരാഷ്ട്രൻ്റെയും സഞ്ജയൻ്റെയും സംവാദമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. അതിൽ അർജുനനും ഭഗവാനും തമ്മിലുള്ള സംവാദമുണ്ട്. അതിൻ്റെയും പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ പറയുമ്പോഴോ ഇതൊന്നും ഇവരല്ല, ഈ രണ്ടുപേരുമല്ല, ഇവരൊക്കെ പിന്നീട് വരുന്ന ആളുകളാണ്. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ അടുത്ത ശ്ലോകം കൊണ്ട്, 9ാമത്തെ ശ്ലോകം കൊണ്ട് സഞ്ജയൻ ഇതിന് മറുപടി പറയുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നു എന്താണ് ഈ സമയത്ത് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ഭഗവാൻ അർജുനന് ഒരു ദിവ്യമായ നേത്രത്തെ നൽകി. അതുകൊണ്ട് അർജുനൻ ഇത് കാണാൻ ശക്തനാകുന്നു. അതേസമയം സാക്ഷാൽ വ്യാസര് സഞ്ജയന് ഈ ദിവ്യമായ ചക്ഷുസ് നൽകുന്നുണ്ട്, ജ്ഞാനചക്ഷുസ്. അത് ധൃതരാഷ്ട്രർക്ക് നൽകാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ധൃതരാഷ്ട്രം പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. അങ്ങനെയാണ് ഇത് സഞ്ജയന് നൽകുന്നത്. അതാരാണ്? വ്യാസര് നൽകുന്നതാണ്. എന്നാൽ വിശ്വരൂപം ഭഗവദ്ദൂതന് പോയ സമയത്ത് ദുര്യോധനാദികൾ ഭഗവാനെ കെട്ടിയിടാൻ നോക്കിയ സമയത്ത്, ബന്ധിക്കാൻ നോക്കിയ സമയത്ത് അവിടെ വിശ്വരൂപം കാണിച്ചു. ധൃതരാഷ്ട്രൻ്റെ സമ്മതം ഇല്ലാതെ തന്നെ ധൃതരാഷ്ട്രന് ഈ പറഞ്ഞ ദിവ്യ ചക്ഷുസിനെ ഭഗവാൻ തന്നെ അനുഗ്രഹത്തിൽ കൊടുത്തു, കാണട്ടെ എന്നുള്ള മട്ടിൽ. അത് കണ്ട ധൃതരാഷ്ട്രർക്ക് കാര്യം ബോധ്യപ്പെട്ടു. ഇവിടെ വീണ്ടും ധൃതരാഷ്ട്രർക്ക് കൃത്യമായി ബോധിപ്പിക്കാൻ പാകത്തിന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വീണ്ടും വ്യാസര് സഞ്ജയനെ വീണ്ടും ഇവിടെ അവതരിപ്പിക്കുന്നു.
അപ്പോൾ സഞ്ജയന് കിട്ടിയിട്ടുള്ള ഈ ദിവ്യമായ ചക്ഷുസ് അല്ലെങ്കിൽ ഈ കാഴ്ചകൾ കാണാനുള്ള അറിവ് എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ അത് ആ ഭാഗം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ശരിക്ക് നമ്മൾ 1-ാം അധ്യായം എടുക്കുമ്പോൾ സഞ്ജയനെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിസ്തരിച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ വീണ്ടും സഞ്ജയൻ കടന്നു വരുമ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സഞ്ജയൻ എന്ന് പറയുന്നത് വ്യാസർ പറയുന്നത് സഞ്ജയനെക്കുറിച്ച് പറയുമ്പം, കാരണം അവിടേക്കാണ് ഈ സഞ്ജയൻ കടന്നു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ മഹാഭാരതത്തിൽ ആ ഒരു ഇടത്താണ് കാണുക സഞ്ജയനെ. ധൃതരാഷ്ട്രൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു സെക്രട്ടറിയാണ്, മൂപ്പരുടെ ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സഞ്ജയൻ വാക്കിൻ്റെ അർത്ഥം സമ്യക്കായി ജയിച്ചവൻ എന്നുള്ളതാണ്. ധൃതരാഷ്ട്രൻ പരാജയപ്പെട്ടവൻ, തൻ്റേതല്ലാത്തതിൽ തൻ്റേതെന്ന ബുദ്ധിയെ വയ്ക്കുന്നവനാണ് ധൃതരാഷ്ട്രൻ. ധൃതം രാഷ്ട്രം യേനസ ധൃതരാഷ്ട്ര, തൻ്റേതല്ലാത്തതിൽ തൻ്റേതെന്ന് കരുതുന്നത് എന്ന് പറഞ്ഞാൽ അജ്ഞാനം, അതാണ് അന്ധത, പ്രജ്ഞാമാന്ദ്യമാണ്. അതാണ് വ്യാസരോട് പറയുന്നത്, അച്ഛനോട്, യഥാ ഭവാൻ വേത്തി തഥാസ്മി വേത്ത ഭവാഭവൗ മേ വിദിതൗ യഥാർത്ഥൗ സ്വാർത്ഥേഹി സമ്മുഹ്യതി താത ലോക മാം ചാപി ലോകാത്മകമേവ വിദ്ധി എന്ന് മഹാഭാരതത്തിൽ പറയുന്നത്. അച്ഛൻ എന്തറിയുന്നുവോ, യഥാ ഭവാൻ വേത്തി തഥാസ്മി വേത്ത, എനിക്കും അതൊക്കെ അറിയാം. പക്ഷേ സ്വാർത്ഥേഹി സമ്മുഹ്യതി താത ലോക, ഹേ അച്ഛ, ഈ ലോകം എന്ന് പറയുന്നത് സ്വാർത്ഥത കൊണ്ട് മുങ്ങിത്താഴ്ന്നിരിക്കുന്നതാണ്. മാം ച അഭി ലോകാത്മകമേവ വിദ്ധി, ഞാനും അതിനനുസരിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ധർമ്മം ജാനാമി നജമേ പ്രവൃത്തി, അധർമ്മം ജാനാമി നജമേ നിവൃത്തി, എനിക്ക് ധർമ്മം പ്രവർത്തിക്കാനും അധർമ്മത്തിൽ നിന്ന് നിവർത്തിക്കാനും എനിക്കറിയില്ല, അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ആ സമയത്ത്. എന്നിട്ടാണ് പറഞ്ഞത് സഞ്ജയന് കൊടുക്കാൻ. അപ്പോൾ ഈ സഞ്ജയനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഞ്ജയനെ ഈ പറഞ്ഞ 2-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ലക്ഷണം പറയുന്നതെല്ലാം തന്നെ അവിടെ വ്യാസർ സഞ്ജയനെ കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവിനെ എങ്ങനെയാണോ അസ്ത്രശസ്ത്രങ്ങൾക്ക് മുറിക്കാൻ സാധിക്കാത്തത്, അങ്ങനെയുള്ള ഒരു അവിനാശിയായിട്ടുള്ള, ഒരു തരത്തിലും നശിക്കാത്ത, എപ്പോഴും എവിടെയും സഞ്ചരിക്കാനുള്ള, അതുപോലെ സർവത്തിനെയും അറിയുന്ന, സർവദൃക്കായിട്ടുള്ള, സർവസാക്ഷിയായിട്ടുള്ള ഒരു, അതായത് ബോധസ്വരൂപൻ എന്ന ആ ആത്മാവിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണോ അതാണ് സഞ്ജയൻ. അങ്ങനെയാണ് അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ളൊരു സന്ദർഭമാണ് അത് ഭീഷ്മപർവത്തിൽ. അപ്പോൾ സഞ്ജയൻ എന്ന് പറയുമ്പോൾ ഒരാളല്ല, ഒരു കാര്യസ്ഥനല്ല, ഒരു കാര്യസ്ഥൻ ഗോപാലൻ നായരല്ല സഞ്ജയൻ, അത് നമ്മൾ മനസ്സിലാക്കണം. സഞ്ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷിയാണ്, ബോധം തന്നെയാണ് സഞ്ജയൻ. കൃഷ്ണൻ ആരോ അത് തന്നെയാണ് സഞ്ജയൻ. കാരണം അങ്ങനെയാണ് മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സഞ്ജയൻ പറയുന്നതാണ് 9-ാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു. സഞ്ജയൻ പറയുമ്പോൾ ആരോടാ പറയുന്നത്? ധൃതരാഷ്ട്രരോട്. ഹേ രാജൻ, മഹാരാജൻ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഏവം ഉക്ത്വ, പ്രകാരം പറഞ്ഞിട്ട്. ആര്? മഹായോഗേശ്വര ഹരി, മഹായോഗേശ്വരനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ. ഏവം ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട്. എപ്രകാരം? എൻ്റെ ഈ ശരീരത്തിൽ, ഏകസ്തം മമ ദേഹേ പശ്യ, എൻ്റെ ഈ ശരീരത്തിൽ നീ കണ്ടാലും, എന്ത്? ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാറ്റിനെയും, ഇനി എന്തെങ്കിലും നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കണ്ടാലും. എന്നിട്ടോ ഏവമുക്ത, ഇപ്രകാരം പറഞ്ഞു. തത അനന്തരം
പരമം ഐശ്വരം രൂപം പാർത്ഥായ ദർശയാമാസ. ആ പരമമായ ഐശ്വരം രൂപം, ഈശ്വരൻ്റേതായിട്ടുള്ള ഭഗവാന്റേതായിട്ടുള്ള ആ രൂപത്തെ പാർത്ഥായ അർജുനനായിട്ട് ദർശയാമാസ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പറയാം. അങ്ങനെ ഈ സഞ്ജയൻ കാണുകയാണ്. അപ്പോൾ സഞ്ജയൻ എന്തുണ്ട്? ആ സവിശേഷമായിട്ടുള്ള ജ്ഞാനമുണ്ട്. അത് സഞ്ജയനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാൾ എന്താണോ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നത് സഞ്ജയന് അറിയാൻ പറ്റും. അയാളുടെ ചിന്ത എന്താണ്, അയാൾ എന്ത് ചിന്തിക്കുന്നു, അയാളുടെ സംഘർഷങ്ങൾ എന്താണ്, അയാളുടെ വ്യത എന്താണ്, അയാളുടെ സന്തോഷം എന്താണ്, എല്ലാം. അതുകൊണ്ടാണ് സർവസാക്ഷി എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള സഞ്ജയൻ, നമ്മളതിനെ എന്താ പറയുക, ഈ ടെലിപ്പതി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരുമാതിരി കോഞ്ഞാട്ടയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും സഞ്ജയനെ ബോധം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അത് മഹാഭാരതത്തിലെ ആ ഭാഗം തന്നെ നോക്കണം, അപ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുക. എന്തായാലും സഞ്ജയൻ വിവരണം നടത്തുന്നു. എന്താണ് കണ്ടത് അവിടെ അർജുനൻ എന്നത് സഞ്ജയൻ പറയാണ്. അനേകവക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. അനേകവക്ത്രം അനേകനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. അനേകം ആയുധം. അനേകവക്ത്രം അനേകനയനം. വക്ത്രം വായ, മുഖം. എത്രയാ? അനേകം, എണ്ണിയാലൊടുങ്ങാത്തത്. അനേക നയനം, എണ്ണിയാലൊടുങ്ങാത്ത നേത്രങ്ങൾ. അനേകാദ്ഭുത ദർശനം, അനേകം അത്ഭുതങ്ങളായിട്ടുള്ള കാഴ്ചകൾ. അനേക ദിവ്യാഭരണം, അസംഖ്യം എണ്ണിയാലൊടുങ്ങാത്ത ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ. ദിവ്യമായ അതുപോലെ തന്നെ ആയുധങ്ങൾ. തുടർന്ന് വീണ്ടും എന്തൊക്കെയാ പറയുന്നത്? ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ദിവ്യമാല്യാംബരധരം, ദിവ്യങ്ങളായിട്ടുള്ള മാലകൾ, അതുപോലെ തന്നെ ദിവ്യങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ. ദിവ്യഗന്ധാനുലേപനം, ദിവ്യമായ സുഗന്ധങ്ങൾ. സർവാശ്ചര്യമയം, ഏത് പ്രകാരത്തിൽ നോക്കിയാലും ആശ്ചര്യത്തിൻ്റെ അനന്തത. ദേവം അനന്തം വിശ്വതോമുഖം, ഇങ്ങനെ പ്രകാശപൂർണനായിരിക്കുന്ന അനന്തം, അന്തമില്ലാത്ത, അറ്റമില്ലാത്ത വിശ്വതോമുഖം. ഈ വിശ്വം മുഴുവൻ പൂർണ്ണമായും മുഖത്തോടു കൂടിയിരിക്കുന്ന. എന്നിട്ട് അതിനെ ഒരു ഗംഭീരമായിട്ടുള്ള ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ് വരാൻ പോകുന്നു, 12ാമത്തെ ശ്ലോകം. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപധുത്തിധാ യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപധുത്തിധാ യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ദിവി സൂര്യസഹസ്രസ്യ, ദിവി ദിവ് ദ്യോ, ആകാശത്തിൽ 1000 സൂര്യന്മാർ. ഒരു സൂര്യൻ തന്നെ താങ്ങാൻ വയ്യ. അങ്ങനെ 1000 എണ്ണം ഒരുമിച്ച് ഉദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഒരു 1000കണക്കിന് സൂര്യന്മാർ ആകാശത്തിൽ
ഒരുമിച്ചുദിച്ചതുപോലെ ഭാ ആ പ്രഭ യുഗപത് ഉത്തിതാ ഭവേത് ഒന്നിച്ച് ഉയർന്നതായി ഭവിക്കും. എനിക്ക് അതിനെക്കുറിച്ച് അങ്ങയോട് പറയാനുള്ളത്, ഒരു അരസൂര്യനെ പോലും കാണാത്ത ആളാണ് ധൃതരാഷ്ട്രൻ. എന്തായാലും അതിൻ്റെ ഒരു ചെറിയത് മൂപ്പർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1000 സൂര്യന്മാർ ഒരുമിച്ചുയർന്നാൽ അതിൻ്റെ പ്രഭ എപ്രകാരമുണ്ടാകുമോ അപ്രകാരം യതിസാ തസ്യ മഹാത്മനഃ എങ്കിൽ ആ പ്രഭ യതി എപ്രകാരം അത് അപ്രകാരത്തിൽ തസ്യ മഹാത്മനഃ ഭാസഃ സദൃശീ സ്യാത് അതിന് സദൃശമാണ് ആ ഭഗവാന്റെ ആ പ്രഭ എന്ന് പറയാം. എന്താണ് തുടർന്ന് പറയുന്നു? തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തഥാ. പ്രധാനപ്പെട്ട ശ്ലോകമാണിത്. ദിവസൂര്യ സഹസ്രസ്യ എന്നുള്ളതും പ്രധാനപ്പെട്ട ശ്ലോകമാണ്. നമുക്കറിയാം ഇത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുവിസ്ഫോടനം ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ നാശത്തിൻ്റെ നശീകരണത്തിൻ്റെ അതിൽ അനന്തമായ സർഗശേഷിയുള്ളതാണതിന്. അത് നടത്തിയ സമയത്ത് അതിനെ നിരീക്ഷിച്ച ഓപ്പൺഹൈമർ മൂപ്പര് ഭഗവത്ഗീതയിൽ ഈ ശ്ലോകം അനുസ്മരിച്ചു എന്നാണ് ചരിത്രം. ഇതിന് സദൃശമായി ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്. ഇങ്ങനെ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്നു, 1000 സൂര്യചന്ദ്രന്മാർ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചതുപോലെ, അതുപോലെ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരവസ്ഥ എന്ന് പറയും. വലിയൊരു നശീകരണത്തിൻ്റെ പരിപാടിക്കാണ് അവിടെയാണ് ഈ ഒരു ശ്ലോകം കോട്ട് ചെയ്തത്. എന്തോ ആവട്ടെ, ഇത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. അടുത്ത ശ്ലോകം അതിൻ്റെ സൂചനയാണ്. തത്രൈകസ്തം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തഥാ. അപ്പോൾ തഥാ പാണ്ഡവ ആ സമയത്ത് അർജുനൻ, സഞ്ജയൻ പറയുന്നതാണല്ലോ, അർജുനൻ തത്ര ശരീരേ ആ ശരീരത്തിൽ ഭഗവാന്റെ ആ ശരീരത്തിൽ അനേകധ അനേക പ്രകാരത്തിൽ ബഹവ അനേകം പ്രകാരത്തിൽ പ്രവിഭക്തം ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം വിഭാഗം ചെയ്യപ്പെട്ടതായിട്ടുള്ള ജഗത് പ്രപഞ്ചത്തെ കൃഷ്ണം ഏകസ്തം അപശ്യത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോക. സമ്പൂർണമായി കൃഷ്ണം സമ്പൂർണമായി ഏകസ്തം ഒന്നായിട്ട് അപശ്യത് കണ്ടു. എവിടെ കണ്ടു? ഒരിടത്ത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അർജുനൻ ഇതാ ഈ സഞ്ജയൻ്റെ അവസാനത്തെ ശ്ലോകമാണ് ഇതിലുള്ളത്. പറയാം. തതഃ സവിസ്മയാവിഷ്ടഃ ഹൃഷ്ടരോമാ ധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. തതഃ സ വിസ്മയാവിഷ്ടഃ അനന്തരം വിസ്മയാവിഷ്ടഃ വിസ്മയം പൂണ്ടവനായി അത്ഭുത പരവശനായി ഹൃഷ്ടരോമ അങ്ങേയറ്റം എന്താ പറയുക, നമ്മൾ പറയുമല്ലോ പുളകിത ഗാത്രനായി, അത്രയും ഇമോഷൻസിൻ്റെ ഒരു 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 തള്ളിച്ചയാണ്, അതിൻ്റെ പരകോടിയിലാണ് അർജുനൻ. അങ്ങനെയുള്ള ആ ധനഞ്ജയൻ ദേവം ശിരസാ പ്രണമ്യ ആ ഭഗവാനെ ശിരസാ പ്രണമ്യ ശിരസ്സുകൊണ്ട് നമസ്കരിച്ച് കൃതാഞ്ജലി അഭാഷത കൈകൾ കൂപ്പി അർജുനൻ ഭഗവാനോട് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇവിടെ ഇത് നമുക്കൊന്ന് ഉറയ്ക്കണമെങ്കിൽ, കാരണം ഒന്ന് നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക്
പരിമിതികളുണ്ട്. നമുക്കറിയാം ആ പരിമിതികളൊക്കെ. നമ്മളിന്ന് വളരെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ ഔന്നിത്യം പ്രാപിച്ചിട്ടുള്ള ഉന്നതിയിൽ വിരാജിക്കുന്ന ഒരു സമൂഹമാണ് മനുഷ്യ സമൂഹം. നമുക്കറിയാം, നമ്മുടെ ഒരു ഒരു ഒട്ടുസൂചി കൊണ്ട് നമ്മുടെ കയ്യിലൊന്ന് കുത്തിയിട്ട് അതിലെ ബ്ലഡിൻ്റെ സാമ്പിൾ എടുത്ത് സൂക്ഷ്മദർശിനിയിലൂടെ പല വിധത്തിലുള്ള മീഡിയങ്ങളുണ്ട് നമുക്കതിനെ കാണാനുള്ളത്. അങ്ങനെ നമ്മൾ അതിനെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബ്ലഡ് സെല്ലുകളൊക്കെ തന്നെ എന്താ പറയുക, അവർ ആക്റ്റീവായിട്ടിങ്ങനെ അവർ ഡാൻസ് കളിക്കുന്നത് കാണാം, മൂവ് ചെയ്യുന്നത് കാണാം പല വിധത്തിൽ. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1997, 98 ആ കാലത്ത്, 98 97, 98 ഈ ബോംബെയിൽ ചിന്മയ മിഷനിൽ, നമ്മൾ ചിന്മയ മിഷനിലുള്ളപ്പോൾ ബോംബെയിൽ നമ്മൾ ബാർക്ക് എന്ന് പറയുമല്ലോ, ചെമ്പൂരിൽ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ, നമ്മുടെ റിയാക്ടറൊക്കെ ഉള്ള സ്ഥലം, അവിടെ ഒരു 10 ദിവസക്കാലം താമസിച്ച് ഗീതാജ്ഞാന യജ്ഞം നടത്തിയിട്ടുണ്ട്. ചിന്മയ മിഷന് അവിടെ ചെറിയ ഈ ഇത്തരം സ്പിരിച്വൽ ക്ലാസ്സുകളൊക്കെ ഒരുപാട് മലയാളികൾ താമസിക്കുന്ന, അവിടെ അതിൽ വർക്ക് ചെയ്യുന്നവരാണ്. ആ ക്യാമ്പസിനകത്ത് തന്നെയാണ് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്യാമ്പസിനകത്ത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ മലയാളിയായിട്ടുള്ള തൃശ്ശൂരുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഈ ബാർക്ക് സന്ദർശിക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. റിയാക്ടർ കാണാനും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടുന്ന് അന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ടിഷ്യൂ കൾച്ചറിങ് ഒക്കെ നേരിട്ട് കാണുന്ന അനുഭവം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ലെൻസ്, അതായത് അവർ ചില കാര്യങ്ങളെ നോക്കുന്നത്, അതിൻ്റെ കൃത്യമായ പേര് നമുക്കറിയില്ല, നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. അതിൻ്റെ എന്താ പറയുക, നമ്മൾ ഈ സർജിക്കൽ എക്യുപ്മെൻറ്റ്സൊക്കെ പല സംഗതികളുണ്ടല്ലോ, അതിലൊക്കെ പെട്ടിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെ. നമ്മുടെ ശരീരത്തിനകത്തേക്ക് കുഴലിലൂടെയൊക്കെ ക്യാമറയൊക്കെ കടത്തിവിട്ട് നമ്മൾ പലതും കാണുന്നില്ലേ? നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണുമോ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതില്ലല്ലോ? എന്തുകൊണ്ടാണ് നമുക്ക് എക്സ്റേ വേണ്ടി വരുന്നത്? ഉള്ളിലെ എല്ലിൻ്റെ സ്ഥിതി എന്താണ് എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടി. അപ്പോൾ പല പല ഉപകരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണത്തിൽ ഇങ്ങനെ ഈ ഒരു പ്രതലത്തിൽ നമ്മളോട് ആൾ പറഞ്ഞു, ഇങ്ങനെ കൈ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചോളാൻ പറഞ്ഞു, എന്നിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പേടിച്ചൊരു കൈ എടുത്തു എന്ന് പറയാം. അപ്പോൾ ഈ കൈ കാണുന്നത് ഈ എക്സ്റേയിൽ കൈ കാണുന്നത് പോലെ അതുപോലെയല്ല. അതായത് ഇത് മൊത്തത്തിൽ ഹോളാണ്, ഒരു പുക പോലെ ഇങ്ങനെ. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയപ്പാടുണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഒരു ബോഡിയെ, ഒരു ശരീരത്തെ നമ്മളൊരു പ്രത്യേക വിധാനത്തിലൂടെ കാണുകയാണെങ്കിൽ ഒരാളെയും പ്രേമിക്കാൻ പോവില്ല. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുണ്ടല്ലോ, ഇതിലെല്ലാം ഇടയിൽ സ്പേസുണ്ട്. ഇവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ ടിഷ്യൂസിലൊക്കെ എന്താ പറയുക, അതിനടിയിൽ കൂടെ എത്ര ഞരമ്പുകളുണ്ട്, അതിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും, അല്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഓട്ടവും ഒഴുക്കും ഇതൊക്കെ നമ്മൾ കാണുകയാണെങ്കിലോ ഈ നേത്രം കൊണ്ട് നമുക്കവിടെ എന്തു വേണം? ഈ ദിവ്യ ചക്ഷുസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണല്ല, നമുക്കതിനേക്കാൾ കണ്ണിന് കണ്ണായ കണ്ണുണ്ട്. ചക്ഷുഷ ചക്ഷുഹു, അതാണ് ദിവ്യ ചക്ഷുസ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകൾ അങ്ങനെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതമാണ്.
ആ ദിവ്യ ചക്ഷുസ്സുകൊണ്ട് നമുക്ക് ഏതൊരാളുടെ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും കാണാം. ഈ വിശ്വത്തിൻ്റെ ഒരു സമ്മേളിതമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ മാത്രമല്ല, ഇതിലേതിനെ എടുത്താലും. അതിന് ഉപനിഷത്തിലേക്കൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുന്നത് അവിടെ ഇത് പറഞ്ഞിട്ടാണ്. അതിൻ്റെ നമ്മളിൽ തന്നെ എന്തുണ്ട്? ഈ പഞ്ചമഹാഭൂതങ്ങളാണ് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഒരു സമുദ്രം തന്നെ നമ്മളിലുണ്ട്, അഗ്നിയുണ്ട്, എല്ലാമുണ്ട്. ഈ വിശ്വം എന്ന് പറഞ്ഞാൽ തന്നെ സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ പാതാളേ ഭൂതലേ വാപി ധീരത്തത്ര ന മുഹ്യതീന. സർവത്ര എല്ലായിടത്തും പഞ്ചമഹാഭൂതങ്ങളേ ഉള്ളൂ, ആറാമതൊന്നിനെ ഇല്ല. അതുകൊണ്ട് തന്നെ ധീരൻ മോഹിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ 5 മഹാഭൂതങ്ങളുടെ ചേരുവയാണ് പല വിധത്തിൽ ഇത് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. നാനാവിധാനി നാനാകൃതീനി ദിവ്യഗന്ധാനി, എല്ലാ ഗന്ധങ്ങളും വൈവിധ്യങ്ങളും എല്ലാം നമുക്ക് നമ്മൾ നോക്കുന്ന ഏതിനെ നോക്കുകയാണെങ്കിലും ഇതെല്ലാം നമുക്കതിൽ കാണാൻ സാധിക്കും. ആ കാണുന്നത് ഏത് കണ്ണുകൊണ്ടാണ്? ഈ കണ്ണുകൊണ്ടാണോ? അല്ല, ജ്ഞാന ചക്ഷുസ, ജ്ഞാന ചക്ഷുസ് കൊണ്ടാണ്, അറിവിൻ്റെ നേത്രം കൊണ്ട്. ആ അറിവിൻ്റെ നേത്രമാണ് ഭഗവാൻ ഇവിടെ നൽകിയിട്ടുള്ളത്. എല്ലാറ്റിനെയും, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഈ വിശ്വത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി തന്നെ വലിയൊരു അത്ഭുതമല്ലേ, മഹാത്ഭുതമല്ലേ? അതിലും വലിയൊരു അത്ഭുതം ഉണ്ടോ? ഒരു മൊട്ടുസൂചിയുടെ അഗ്രത്തിന് മാത്രം പാകത്തിനാണ് ആ സാധനം അവിടെ ഉള്ളത്, കാണുന്ന സംഭവം. ഒരു വിരൽ വെച്ച് കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ മറയും. എന്നാൽ വിരലിൻ്റെ അത്ര വലിപ്പമുള്ളതിനെയാണോ അത് കാണുന്നത്? സമുദ്രതീരത്തൊക്കെ പോയി നിന്ന് ഹിമാലയത്തിനെയൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ സമുദ്രത്തെ കാണുന്ന സമയത്ത് എന്ത് വിശാലമാർന്നതാണ്. അത്രയും വലുതിനെയാണ് ആ ചെപ്പിലേക്ക് ഒതുക്കിയിട്ടുള്ളത്. അതെത്ര അണോഹോ അണിയാൻ മഹതോ മഹിയാൻ. എന്തെന്ത് ശബ്ദവീചികളാണ് ഒരു പ്രത്യേക മോഡുലേഷൻ വഴി നമ്മുടെ കാത് ഗ്രഹിക്കുന്നത്. എല്ലാ ശബ്ദവും കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഗന്ധം, ഈ 5 ഇന്ദ്രിയങ്ങൾ തന്നെ, ഈ സെൻസസ് തന്നെ പ്രത്യേക വിധാനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ അഡ്ജസ്റ്റ്മെൻറ്റ് മാറിക്കഴിഞ്ഞാൽ, നമ്മൾ എ സിയുടെ റിമോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തണുപ്പ് വല്ലാതെ കൂടിയാൽ ബുദ്ധിമുട്ടാണല്ലോ. ഇത് നമ്മുടെ കയ്യിലാണോ ഇതിൻ്റെ റിമോട്ട്? ഇതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്, ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓട്ടോ മെക്കാനിസമാണ്. ഇനി ഇത് ഓരോ സ്ഥലത്തേക്ക് മാറുമ്പോൾ ഇതെങ്ങനെ അതിനനുസരിച്ച് അത് അഡോപ്റ്റ് ആവുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ കൈലാസ യാത്രയിലൊക്കെ വരുമ്പോൾ ആളുകളോട് പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അതാണ്. നിങ്ങൾ ബാക്കി കാര്യങ്ങളിലല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ ഏത് നേരം മുറിയിൽ പോയി കിടന്നുറങ്ങുക, പുതച്ച് കിടക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുത്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെയാണ് നമ്മളെ കൂടുതൽ, അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ഇൻഡോർ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീട്ടിൽ വയ്ക്കുകയാണ്. ഒരു ഉദാഹരണമാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾ ആ നഴ്സറിയിൽ നിന്ന് അത് മേടിക്കുമ്പോൾ ഇൻഡോർ പ്ലാന്റ് ആണ്, അത് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളിടത്താണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങളിത് ഇൻഡോർ പ്ലാന്റ് ആണല്ലോ എന്നും പറഞ്ഞ് നേരെ കൊണ്ടുപോയി നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് ക്രമേണ അത് ചാവാൻ തുടങ്ങും, മരിക്കും. അതല്ല വേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് വേണം? അതിനെ പുറത്ത് തന്നെ അത്യാവശ്യം ഒരു ഇതിലെടുത്ത് വെച്ചിട്ട്
പതുക്കെ പതുക്കെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഇത് കിട്ടും. പെട്ടെന്ന് സഡനായിട്ട് അത് ചെയ്യരുത്. പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഈ ചട്ടികൾ മാറ്റുന്ന സമയത്ത് അതൊക്കെ ജീവനാണ്. അതിൻ്റെയൊക്കെ എന്തുണ്ട്, അതിനൊക്കെ സർവൈവ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാട് ആ പരിതസ്ഥിതിയോട് പൊരുത്തപ്പെട്ടുകൊണ്ടാണ് അത് നിൽക്കുന്നത്. ആ പരിതസ്ഥിതിയിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ ഒരു വല്ലാത്തൊരു മാറ്റമല്ല. അതുകൊണ്ടാണ് നമ്മുടെ യാത്രയിൽ നമ്മൾ എപ്പോഴും അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ട്, കൈലാസത്തിലേക്ക് പോകുമ്പോൾ അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ 2 ദിവസം ചിലവഴിക്കും. അതിൽ മല കയറലൊക്കെ ഉണ്ട്. അത് ആളുകളോട് നമ്മൾ നിർബന്ധമായിട്ട് പറയും, ഈ അക്ലമറ്റൈസേഷൻ എന്ന് പറയുന്നത് റൂമിൻ്റെ അകത്ത് കിടന്നുറങ്ങാനുള്ളതല്ല. നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടന്ന് കുറേശ്ശൊക്കെ വെറുതെയെങ്കിലും ഇങ്ങനെ കുറച്ച് ഇതൊക്കെയാക്കി ഇതുമായിട്ടൊന്നും ശരിയാക്കി എടുക്കാനുണ്ട്. ആ ശരിയായി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇങ്ങനെ പയറുമണി പോലെ പോയിക്കോളും. ഇതല്ല, ഏത് നേരം ഇതിങ്ങനെ ഉള്ളിൽ പോയി കിടന്നുറങ്ങി എന്ന് പറഞ്ഞ് ഇരിക്കുക. എങ്ങനെ ശരിയാവും? അപ്പം ഇതൊരു സാമാന്യ നമ്മുടെ ഒരു കോമൺ സെൻസ് വേണം. ഇതെല്ലാറ്റിനും ഇത് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു ശരീരത്തിൽ, ഒരു മനുഷ്യ ശരീരമാകട്ടെ, ഏതൊരു ശരീരമാകട്ടെ, ഈ പ്രപഞ്ചത്തെ നിർമ്മാണം ചെയ്തിരിക്കുന്ന പ്രധാന ഘടകങ്ങളെല്ലാം കൂറ്റൻ പാറകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്ന്, മിനറൽസായിട്ട്. നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ എത്ര ഉണ്ടാവും? എത്ര ലോറി ഉണ്ടാവും? അപ്പം ഇതല്ലേ നമ്മളിൽ വാക്കായി പലതുമായിട്ട്. നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉമ്മറത്ത് തന്നെ കാണുന്ന തെങ്ങ്, എത്ര നാളികേരം അതിലുണ്ടായിട്ടുണ്ട്. താഴെ വീണു, എന്താ പറയുക, അതിന് മാസം തെങ്ങിൻ്റെ മുകളിൽ കയറി വലിച്ചു കറിയായിട്ട് അരച്ചു കൂട്ടി ചട്ടണിയാക്കി ഉണ്ടച്ചമന്തിയാക്കി ഒക്കെ കഴിക്കുമ്പോൾ അതിനെയല്ലേ നമ്മൾ ശാപ്പിടുന്നത്. പിന്നെ അതെന്താവുന്നു? നമുക്ക് വേണ്ടുന്ന പോഷകങ്ങളും പലതുമായിട്ട് തീരുകയാണ്, ഡൈവേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേറൊരു ദിവ്യ ചക്ഷുസ് കൊണ്ട് ഈ ശാപ്പാടെല്ലാം കഴിഞ്ഞിങ്ങനെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഭാര്യയുടെ മുഖത്ത് നോക്കി, ഭാര്യയിൽ നിങ്ങൾക്ക് ആ നാളികേരത്തിനെ കണ്ടുകൂടെ? ഭാര്യയ്ക്ക് തിരിച്ചും കാണാം. അല്ലെങ്കിൽ നമുക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ? എങ്ങനെ ഈ നേത്രം കൊണ്ട് ഇങ്ങനെ നാളികേരം നിൽക്കുന്നു എന്നാണോ കാണുക? അങ്ങനെയാണോ കാണേണ്ടത്? ഏകസ്ത്വം ഈ ശരീരത്തിൽ, ഈ വിശ്വത്തിൽ, ഈ ശരീരത്തിൽ കാണാൻ പറ്റാത്ത എന്താന്നേ ഉള്ളത്? സകലതിന്, ഈ അണ്ടകടാഹം മുഴുവൻ നിങ്ങൾക്ക് ഇതിൽ കാണാം. ആ രഹസ്യമാണ് ഒരു കുട്ടി കാണിച്ചത്. കൃഷ്ണൻ യശോദയ്ക്ക് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് കവി ചോദിച്ചത്, എന്നെ തവം ചെയ്വതേ യശോദ. ഭയങ്കര തപസ്സാണ്. ആ ബ്രഹ്മ അമ്മ എന്ന് വിളിക്കണമെങ്കിൽ ഓരോ അമ്മമാരെ അമ്മ എന്ന് വിളിക്കുന്നത് ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് അമ്മമാർക്ക് കിട്ടിയ സവിശേഷമായ ഒന്നാണ്. അത് നിങ്ങൾ പ്രസവിച്ചാലും പ്രസവിച്ചിട്ടില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് മതി. നിങ്ങൾ കേവലം ഇതൊരു ശിവകാശി കലണ്ടറാണ് എന്ന് കരുതരുത്. ഇത് കഴിഞ്ഞു പോയതാണെന്നും കരുതരുത്. നമുക്ക് ഓരോരുത്തർക്കും വിശ്വരൂപത്തെ ദർശിക്കാം. മോഡേൺ സയൻസിൻ്റെ ഭാഷയാണ് ഇതിന് ഏറ്റവും നല്ലത്. അങ്ങേയറ്റം യുക്തിഭദ്രമാണ്. മറ്റത് ഏതോ കാലത്ത് ഒരാളെ കാണിച്ച് പേടിപ്പിച്ചു എന്ന് പറയുന്നതല്ല. ഇത് തന്നെ കണ്ടാൽ നിങ്ങൾ പേടിക്കും. ഇതാ അർജുനൻ പറയാൻ പോകുന്നുണ്ട്. എന്താണ് അർജുനൻ പറയാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, പാർക്കിൽ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൈ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് കൈ എടുത്തു, പേടിച്ചു പോയി.
എന്നിട്ട് കൈ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ധൈര്യമായിട്ട് വെച്ച് അതിനെക്കുറിച്ച് അവർ ഓരോന്ന് പറഞ്ഞു തന്നു. നമ്മൾ കാണുന്നില്ലേ സിനിമയിലും ഇതൊക്കെ കാണുന്നില്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവരെ സ്കാൻ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കുട്ടിയുടെ മൂവ്മെൻറ്റ് കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇഷ്ടംമാതിരി. ശരിക്കുള്ളത് തന്നെയാണല്ലോ. അങ്ങനെ എന്തൊക്കെ നമുക്ക് കാണാം. സൂക്ഷ്മമായി അതൊക്കെ നമ്മളിങ്ങനെ വല്ല ഉപകരണങ്ങളുടെ സഹായത്താൽ നമ്മുടെ നേത്രങ്ങളെ കൊണ്ട് കാണുന്നു. അതിനപ്പുറത്ത്, ഈ നേത്രത്തിനപ്പുറത്തൊരു നേത്രം, ജ്ഞാനചക്ഷുസ് കൊണ്ടുള്ള കാണൽ, അതൊരു വല്ലാത്ത കാണലാണ്. അങ്ങനെ കാണാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എല്ലാറ്റിനോടും പ്രേമുണ്ടാവുക. ഏകസ്ത്വം അനുപശ്യതഃ തത്ര കോ മോഹ കശോകഃ. പിന്നെ ശോകമെവിടെ, മോഹമെവിടെ? ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.